വെൽക്കം ടു മലയാളി കിച്ചൺ വേൾഡ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട മോഡലുള്ള ഉള്ളിവടയാണ്. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചതച്ചത്, കുറച്ച് വേപ്പില, 2 പച്ചമുളക് അരിഞ്ഞത്, ബേക്കിംഗ് സോഡ, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, 1 ഗ്ലാസ് കടലമാവ്, 1/2 ഗ്ലാസ് മൈദമാവ്. ഇപ്പോൾ ഈ 3 സവാള അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ സവാള അല്ലിയായിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് ഇടണം, ഓരോന്നായിട്ട്. സവാള അതുപോലെ നല്ല നീളത്തിൽ അരിയണം. അപ്പോൾ അത് അല്ലികളൊക്കെ ആയിട്ട് വിടർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പും പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി വയ്ക്കണം. ഉപ്പ് ചേർത്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഇതിനെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ച സവാള 20 മിനിറ്റായി തുറന്ന് നോക്കാം. അപ്പോൾ അതിൽ ഉപ്പൊക്കെ പിടിച്ച് സവാളയ്ക്കൊരു വെള്ളം നനവ് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം, പെരിഞ്ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി കടലമാവ് കുറച്ചിട്ട് കൊടുക്കാം, കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ജോയിൻ്റ് ആക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി തിരുമ്പി കൊടുക്കണം. കൂടി കടലമാവ് ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി മൈദപ്പൊടി, സവാളയും ഉപ്പും ചേർന്നപ്പോൾ സവാളയിൽ നിന്ന് വരുന്ന ഈ വെള്ളം തന്നെ മതിയാവും ഇത് കുഴയ്ക്കാൻ. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ നമ്മുടെ 1 ഗ്ലാസ് കടലമാവ്, 1/2 ഗ്ലാസ് മൈദമാവും കൂടിയിട്ട് മുഴുവൻ ഇതിൽ കലർത്തിയിട്ടുണ്ട്. വെള്ളമൊന്നും തുള്ളി ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ഒരു സ്വല്പം ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായി ഒന്നും കൂടി കുഴക്കും. കുറേശ്ശെ പൊടികളൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ച് അത് വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. 3 സവാള ഇട്ടിട്ട് കാരണം അതിങ്ങനെ നീര് വന്നുകൊണ്ടിരിക്കും. അത് കാരണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിക്കാനായിട്ട് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അടുപ്പ് കത്തി. ഇപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞ് തുടങ്ങി. നമ്മുടെ കയ്യിൽ സ്വല്പം എണ്ണ തടവണം, ഒട്ടി പിടിക്കാണ്ടിരിക്കുക. എണ്ണ തടവിയിട്ട് നമുക്ക് ഒരു ബൗൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുറച്ച് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ചിൽ
നല്ല വേവുണ്ട്. അതിനെ തീ കുറച്ച് വളരെ കുറച്ചിട്ട് നമുക്കിത് മൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിവട മൂത്ത് തുടങ്ങി. നമുക്കിങ്ങനെ ഈ പപ്പടക്കോല കൊണ്ട് കുത്തി ഇങ്ങനെ എടുക്കാം. മൂക്കണത് ഇങ്ങനെ കുത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിവട തയ്യാറായിട്ടുണ്ട്. നമ്മൾ 1 ഗ്ലാസ് കടലമാവ്, 1/2 ഗ്ലാസ് മൈദമാവ് കൊണ്ടാണ് 3 സബോള കൊണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് 9 എണ്ണം ഉണ്ടാക്കാം. ഈ ഉള്ളിവട നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.